ഹായ്, ശ്രീലങ്കൻ യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊളംബോയിലൂടെയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോ ആധുനിക പാരമ്പര്യവുമായി പൊരുത്തപ്പെടുന്ന ഒരു ചലനാത്മക നഗരമാണ്. ഈ പഴയ നഗരം അതിൻ്റെ കൊളോണിയൽ ഭൂതകാലത്തെയും സമകാലിക വളർച്ചയെയും പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ ബഹുനില കെട്ടിടങ്ങളുടെയും ചരിത്രപരമായ കെട്ടിടങ്ങളുടെയും ഒരു മിശ്രിതമാണ്. കൊളംബോയുടെ ഊഷ്മളമായ കാലാവസ്ഥയും സൗഹാർദ്ദപരമായ അന്തരീക്ഷവും സാംസ്കാരിക പൈതൃകവും ആധുനിക നാഗരികതയും ഇന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. എന്നിരുന്നാലും സമീപകാലത്ത് രാഷ്ട്രീയ അശാന്തിയും സാമ്പത്തിക അസ്ഥിരതയും കാരണം കൊളംബോ ശ്രദ്ധേയമായ അസ്വസ്ഥതകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലേക്കും ദൈനംദിന ജീവിതത്തിലെ തടസ്സങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ബോംബിങ്ങുകളും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളും അടുത്ത കാലം വരെ താമസക്കാർക്കിടയിലും സന്ദർശകർക്കിടയിലും കാര്യമായ ഭയം സൃഷ്ടിച്ചിരുന്നു. പുതിയ ഗവൺമെന്റിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക ശ്രമങ്ങൾ ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് പുരോഗതിയുടെ പാതയിലേക്കാണ് നയിക്കുന്നത്. ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിൽ ഒരു പ്രാദേശിക തീവ്രവാദ ഗ്രൂപ്പിന്റെ ഏകോപിത ആക്രമണങ്ങളുടെ ഇരയായി മാറിയ സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് ഞാനിപ്പോൾ. വൻതോതിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനും ഭയം ജനിപ്പിക്കാനുമുള്ള ഉദ്ദേശത്തോടെ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരുന്നു. 250-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ആക്രമണം കഠിനമായ മനുഷ്യ കഷ്ടപ്പാടുകൾ മാത്രമല്ല, സാമൂഹ്യവും രാഷ്ട്രീയവുമായ അഗാധമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ശ്രീലങ്കയുടെ വിനോദസഞ്ചാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിച്ച ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര അപലപത്തിനും തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആഗോള ആഹ്വാനത്തിനും കാരണമായി. കൊളംബോ അതിരൂപതയിലെ ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് സെന്റ് ആന്റണീസ് ദേവാലയം. പാദുവയിലെ വിശുദ്ധ ആന്റണീസിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയം കൊച്ചിക്കട എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദേശീയ ദേവാലയമായും മൈനർ ബസിലിക്കയായും നിയുക്തമാക്കിയിരിക്കുന്ന ഈ പള്ളിയിൽ സെന്റ് ആന്റണിയുടെ നാവിന്റെ ഒരു ചെറിയ കഷണം ഒരു പ്രത്യേക തിരുശേഷിപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നു. പള്ളിയുടെ ഉത്ഭവം ദ്വീപിൽ നിന്ന് കത്തോലിക്ക മതം നിരോധിച്ച ആദ്യ ഡച്ച് കൊളോണിയൽ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക പുരോഹിതന്മാർ ഒളിത്താവളങ്ങളിൽ നിന്ന് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ആ കാലത്ത് ആന്റോണിയോ എന്ന പുരോഹിതൻ ഒരു വ്യാപാരിയായി വേഷം മാറി ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ അഭയം കണ്ടെത്തി. തങ്ങളുടെ ഗ്രാമത്തിൽ കടൽ ക്ഷോഭിക്കുന്നത് തടയാൻ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഫാദർ അന്റോണിയോ കടൽ തീരത്ത് ഒരു കുരിശ് നാട്ടി പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായി കടൽ പിൻവാങ്ങുകയും ചെയ്തു എന്നാണ് കഥ. തുടർന്ന് അവിടുത്തെ സമൂഹം കത്തോലിക്ക മതത്തിലേക്ക് മാറിയപ്പോൾ ഡച്ച് അധികാരികൾ അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം അനുവദിച്ചു. അവിടെ അദ്ദേഹം പാദുവയിലെ വിശുദ്ധ ആന്റണിക്ക് ഒരു മൺ ഇഷ്ടിക കൊണ്ടുള്ള ചാപ്പൽ നിർമ്മിച്ചു. പിന്നീട് ഫാദർ ആന്റോണിയോയെ ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത്. പിന്നീട് ചാപ്പൽ വലുതാക്കിയപ്പോൾ 1822 വിശുദ്ധ ആന്റോണീസിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചു. അതിപ്പോഴും പള്ളിയുടെ അൾത്താരകളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള പള്ളിയുടെ പണി 1828 തുടങ്ങുകയും 1834 സമർപ്പിക്കപ്പെടുകയും ചെയ്തു. 1940 വീണ്ടും വലുതാക്കിയ പള്ളിയാണ് ആക്രമണത്തിൽ തകർക്കപ്പെട്ടത്. ശ്രീലങ്കൻ നാവികസേനയുടെ നേതൃത്വത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2019 ജൂൺ 12 പള്ളി പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുത്തു. കൊളംബോയിലെ ബേറ തടാകത്തിനടുത്തുള്ള ശ്രീ ജിനരതന റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗാരമയ ക്ഷേത്രമാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ആധുനിക വാസ്തുവിദ്യയുടെയും സാംസ്കാരിക സത്തയുടെയും മിശ്രിതമായ ഗംഗാരമയ ക്ഷേത്രം കൊളംബോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രശസ്ത പണ്ഡിത സന്യാസിയായ കാടുവെ ശ്രീ സുമംഗല നായക തേര ആണ് ഈ ക്ഷേത്രം ആരംഭിച്ചത്. ക്രിസ്തുമതത്തിന്റെയും പാശ്ചാത്യ സംസ്കാരത്തിന്റെയും സ്വാധീനത്തെ തുടർന്ന് ബുദ്ധമതം ക്ഷയിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ബുദ്ധമതത്തിന്റെ പുനരുജ്ജീവനം ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച സന്യാസിയാണ് ശ്രീ സുമംഗല നായകെ.
19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്ഥാപിതമായ ക്ഷേത്രം പരമ്പരാഗത ശ്രീലങ്കൻ, തായ്, ഇന്ത്യൻ, ചൈനീസ് സ്വാധീനങ്ങളെ സമന്വയിപ്പിക്കുന്ന അതിമനോഹരമായ വാസ്തുവിദ്യാ ശൈലിക്ക് പേരുകേട്ടതാണ്. ബെയ്റ തടാകത്തിന്റെ അരികിലുള്ള ചതുപ്പ് നിലത്ത് ഒരു ചെറിയ ആശ്രമമായിട്ടായിരുന്നു ഇതിന്റെ തുടക്കം. ഇന്ന് ഈ സമുച്ചയത്തിൽ നിരവധി ഗംഭീരമായ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നു. ഒരു ക്ഷേത്രം, പഗോഡ, ബോധിമരം, സന്യാസിമാർക്കുള്ള അസംബ്ലി ഹാൾ, റെലിക് ചേംബർ എന്നിവ കൂടാതെ ഒരു മ്യൂസിയം, ഒരു ലൈബ്രറി, ഒരു റെസിഡൻഷ്യൽ ഹാൾ, 3 നിലകളുള്ള പിരിവേന വിദ്യാഭ്യാസ ഹാളുകൾ എന്നിവയും ഈ പരിസരത്തുണ്ട്. പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഡോൺ ബാസ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന ഡി സിൽവ ജയസൂര്യ ഗുണവർദ്ധനെ മുതലിയാർ എന്ന ഒരു കപ്പൽ വ്യാപാരിയാണ് ഇവിടെയുള്ള കുറ്റിക്കാട് നിറഞ്ഞ ഭൂമി ശ്രീ ധർമ്മരാമസ്വാമിക്ക് ക്ഷേത്രം പണിയാനായി വാങ്ങിയത്. ജനങ്ങളുടെ സഹായത്തോടെ മുതലിയാർ ഒരു വലിയ സ്തൂപം നിർമ്മിക്കുകയും അനുരാധപുരയിൽ നിന്ന് കൊണ്ടുവന്ന ബോധിമരത്തിന്റെ ഒരു തൈ സ്വന്തം കൈകൊണ്ട് നട്ടുവളർത്തി പരിപാലിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് ചുറ്റും 3 നിലകളുള്ള പ്രബോധന ഹാളും മതിലുകളും റെയിലിങ്ങുകളും കിടങ്ങുകളും അദ്ദേഹം നിർമ്മിച്ചു. ഗംഗാരമയ ക്ഷേത്രത്തിന്റെ ആകർഷണം അതിന്റെ ഊർജ്ജസ്വലമായ അന്തരീക്ഷവും ചരിത്രപരവും സമകാലികവുമായ ഘടകങ്ങളുടെ സമ്പന്നമായ സംയോജനവുമാണ്. ബുദ്ധന്റെ ജനനം, ജ്ഞാനോദയം, മരണം എന്നിവ ആഘോഷിക്കുന്ന ഈ ക്ഷേത്രം വർഷം മുഴുവനും വിവിധ മതപരവും സാംസ്കാരികവുമായ പരിപാടികൾ നടത്താറുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ പഴയ കെട്ടിടങ്ങൾ, മനോഹരമായ പ്രതിമകൾ, വലിയ സ്തൂപം എന്നിവയുണ്ട്. മതപരമായ പുരാവസ്തുക്കൾ, പുരാതന ഫർണിച്ചറുകൾ, വിദേശ പ്രമുഖർ സമ്മാനിച്ച അപൂർവവും വിലപിടിച്ചതുമായ സമ്മാനങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരം ഉൾക്കൊള്ളുന്ന അതിശയിപ്പിക്കുന്ന ഒരു മ്യൂസിയം ഇവിടുത്തെ പ്രത്യേകതയാണ്. ഒരു ആരാധനാലയമായും സാംസ്കാരിക കേന്ദ്രമായും വർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വൃദ്ധസദനങ്ങൾ, വെക്കേഷൻ സ്കൂൾ, ആരാധനാലയം എന്നിവയുമുണ്ട്. വിദ്യാഭ്യാസ ജീവകാരുണ്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ള സാമൂഹിക സേവനങ്ങളിൽ സജീവമായ ഇടപെടലുകൾക്ക് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. അമേരിക്കയിലെയും ടാൻസാനിയയിലെയും ചില ബുദ്ധമത കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സമുച്ചയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാസ്തുവിദ്യ പൊങ്ങിക്കിടക്കുന്ന ക്ഷേത്രം എന്നർത്ഥമുള്ള ബെയ്റ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന സീമാ മലക്ക ആണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് സീമാ മലക്ക നിർമ്മിച്ചത്. യഥാർത്ഥ ഘടന 1970-കളിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ 1976-ൽ ശ്രീലങ്കൻ വാസ്തുശില്പിയായ ജെഫ്രി ബാവയാണ് ഈ ക്ഷേത്രം പുനരൂപകൽപ്പന ചെയ്തത്. തന്റെ മകന്റെ സ്മരണയ്ക്കായി ശ്രീലങ്കൻ മുസ്ലിം വ്യവസായിയായ എസ് മൂസാജിയാണ് ഇതിനുള്ള ധനസഹായം നൽകിയത്. അനുരാധപുരയിലെയും ഋതികാലയിലെയും വനങ്ങളിലെ പുരാതന ആശ്രമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ ഡിസൈൻ. ബെയ്റ തടാകത്തിലെ ശാന്തമായ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലാറ്റ്ഫോമുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തടികൊണ്ടുള്ള തൂണുകൾ, സങ്കീർണമായ കൊത്തുപണികൾ, വർണ്ണാഭമായ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ച മേൽക്കൂര എന്നിവ ആധുനിക വാസ്തുശാസ്ത്രവുമായി പരമ്പരാഗത ശ്രീലങ്കൻ വാസ്തുവിദ്യാ ഘടകങ്ങളെ സമന്വയിപ്പിച്ചിരിക്കുന്നു. ആരാധനയ്ക്ക് പകരം പ്രധാനമായും ധ്യാനത്തിനും വിശ്രമത്തിനുമായി ഉപയോഗിക്കുന്ന ഒരു ബുദ്ധക്ഷേത്രമാണ് സീമാ മലക്ക. വെള്ളത്തിന് മുകളിൽ 3 പ്ലാറ്റ്ഫോമുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന മേൽക്കൂര നീല നിറത്തിലുള്ള ടൈലുകൾ കൊണ്ട് പൊതിഞ്ഞതാണ്. കൂടാതെ തടികൊണ്ടുള്ള ഫിനിഷിംഗിൽ തീർത്ത കാലുകളും കൈവരികളും ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമുകളിലും വ്യത്യസ്ത മുദ്രകൾ പ്രദർശിപ്പിക്കുന്ന നിരവധി ഇരിക്കുന്ന ബുദ്ധപ്രതിമകളുണ്ട്. സെൻട്രൽ പ്ലാറ്റ്ഫോമിൽ ധ്യാനത്തിനായുള്ള തടി പാകിയ തറയുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ 4 കോണുകളിലും ശിവൻ, വിഷ്ണു, കതരഗാമാദേവി, ഗണേശൻ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ചെറിയ ആരാധനാലയങ്ങളുണ്ട്.
ഉച്ചഭക്ഷണത്തിന് ശേഷം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമായ കാൻഡിയിലേക്കാണ് എന്റെ യാത്ര. ശക്തമായ മഴയും ട്രാഫിക് ജാമും ഞങ്ങളുടെ യാത്ര വൈകിപ്പിച്ചു. 120 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ 5 മണിക്കൂറോളം എടുത്ത് ഇരുട്ടിയതിനു ശേഷമാണ് ഞങ്ങൾ കാൻഡിയിലെത്തിയത്. 14-18 നൂറ്റാണ്ടിലെ സിംഹള രാജവാഴ്ചയുടെ അവസാന തലസ്ഥാനമായിരുന്ന കാൻഡി കൊളോണിയൽ കാലഘട്ടത്തിൽ പോർട്ടുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. കാൻഡിയിലെ ഓർക്കേഡ് സെറീൻ ഗാർഡൻ എന്ന ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം. കാൻഡിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.